മാതാ അമൃതാനന്ദമയി മഠം തലശ്ശേരി ആശ്രമത്തിൽ കുട്ടികൾക്കായി ഏകദിന ശില്പശാല നടത്തി. കുട്ടികളിൽ ദിശാബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ അമൃത ബാലസംസ്കൃതിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ആശ്രമത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കുട്ടികൾ പങ്കെടുത്തു. കുട്ടികൾ അനുഭവിക്കുന്ന വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ പ്രാപ്തരാക്കാനാണ് വാടാതെ വിടരാൻ എന്ന പേരിൽ അമൃത ബാലസംസ്കൃത കേന്ദ്രം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. മൂല്യമുള്ള തലമുറയായി കുട്ടികളെ വളർത്തിയെടുക്കണമെന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശമനുസരിച്ച് രൂപം കൊടുത്തതാണ് അമൃത ബാലസംസ്കൃതി. മാതാ അമൃതാനന്ദമയി മഠം തലശ്ശേരി ആശ്രമത്തിൽ നടന്ന ഏകദിന ശില്പശാലയിൽ മൂല്യബോധം തിയേറ്റർ വർക്ക്ഷോപ്പ് തുടങ്ങി നിരവധി സെഷനുകൾ ഉൾപ്പെടുത്തിയിരുന്നു. അമൃത യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ബ്രഹ്മചാരി ശിവാനന്ദ്, ലൈഫ് സ്കിൽ ട്രെയിനർ അമൃത ലീപ്, കുമാരി സായുജ്യ PS തുടങ്ങിയവർ കുട്ടികളുമായി സംവദിച്ചു. മാതാ അമൃതാനന്ദമയി മഠം തലശ്ശേരി മഠാധിപതി സ്വാമി അഭേദാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഓരോ ജീവനും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് അനന്തമായ സാധ്യതകളുടെ ശേഖരവുമായിട്ടാണ്. അതിൽ നമുക്ക് നല്ലതുമുണ്ടാവും, ചീത്തയും ഉണ്ടാവും, നന്മയുണ്ടാവും, തിന്മയുണ്ടാവും. ഏതിനെ നമ്മൾ വളർത്തിയെടുക്കുന്നുവോ അതായിരിക്കും നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. അമൃത യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ സുമേഷ് KP മൂല്യബോധത്തെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് പകർന്നു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ നിധിൻ S. നായർ, മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ MK രാജു തുടങ്ങിയവർ സന്നിഹിതരായി. 8 വയസ്സു മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയായിരുന്നു ഒരു ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്. അമൃത ന്യൂസ്, കണ്ണൂർ.